ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം. തന്റെ ഓട്ടോയിൽ കുനിത്തല മുക്കിൽ നിന്ന് തെരുവത്തുള്ള വസ്ത്രാലയത്തിലേക്ക് കയറിയ വ്യക്തികളെ ഇറക്കിയതിനു ശേഷമാണ് ഓട്ടോയിൽ സ്വർണ്ണാഭരണം അടങ്ങിയ പേഴ്സ് ജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ തിരികെ പോയി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയായിരുന്നു. പേരാവൂർ ആരാധന ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് ജിത്ത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന് വിട ചൊല്ലാൻ നാട്. മിഥുന്റെ മൃതദേഹം വിളന്തറയിലെ വീട്ടിലെത്തിച്ചു. മിഥുനെ അവസാനമായി കാണാൻ അമ്മ സുജ വീട്ടിലെത്തി. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമടക്കം 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിവരങ്ങളുമായി വിജിത ചേരുന്നു. ഹൃദയഭേദകമായ കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. നിലവിൽ മകനെ കാണാൻ അമ്മ എത്തിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ. അജന സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു മുൻപാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായത്. രാവിലെ ഏകദേശം 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പൊതുദർശനം കുറച്ച് വൈകിയാണ് തുടങ്ങിയിരുന്നത്. എന്നാലും 1.5 മണിക്കൂറോളം ഈ സ്കൂൾ മുറ്റത്ത്, സ്കൂൾ അങ്കണത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം വെച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് മാറ്റിയത്. എന്തായാലും ഒരുപാടധികം പേരാണ് ഇപ്പോൾ സ്കൂളിൽ എത്തിയതുപോലെ തന്നെ വീട്ടിലേക്കും ഒരുപാടധികം പേരാണ് കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുടുംബക്കാരും എല്ലാം അവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്കൂളിലുണ്ടായിരുന്ന അതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾ, തിക്കും തിരക്കും ബഹളവും ഒക്കെ ഒരുപാടധികം ആളുകളാണ് അങ്ങോട്ട് ഒഴുകിയെത്തുന്നത് എന്ന് തന്നെ പറയാം. കാരണം കുഞ്ഞ് അത്രയും പ്രിയപ്പെട്ടവനാണ്. മിഥുൻ എല്ലാവരുടെയും ഓമനപുത്രനാണ്, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അതൊരു തീരാ നോവായി തന്നെ കിടക്കുകയാണ്. എന്തായാലും ഒരുപാടധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 2 മണിയോട് കൂടിയാണ്, വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വൈകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇവിടെ പൊതുദർശനം എത്ര മണി വരെ തുടരുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരുപാടധികം രാഷ്ട്രീയ നേതാക്കളും പ്രാദേശിക നേതാക്കളും എല്ലാം തന്നെ അവിടെ എത്തുന്നുണ്ട്. MLA കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. ഇന്നലെയും കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ളവർ വീട്ടിലെത്തി കാണുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിനെ അവസാനമായൊരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായ സുരക്ഷയെല്ലാം പോലീസ് സുരക്ഷയും പോലീസ് സന്നാഹം തന്നെ അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും കുറച്ചു മുൻപ് നടന്ന വിലാപയാത്രയിലടക്കം ഒരുപാടധികം ആളുകളാണ് ഈ കുഞ്ഞുപൂവിനെ കാണാനായി എത്തിയത് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും കണ്ണീരണിഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മിഥുൻ്റെ നാട്ടിലും പ്രദേശത്തുമെല്ലാം മിഥുന് പൊന്നോമനയ്ക്ക് വിട എന്നൊക്കെ പറയുന്ന അത്തരം ബോർഡുകളെല്ലാം വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ഓമനപുത്രനായ മിഥുനാണ് ഇപ്പോൾ നിശ്ചലമായി ചേതനയറ്റ ശരീരത്തോടെ ഈ വീട്ടിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. കുടുംബത്തിൻ്റെ അവസ്ഥയടക്കം പറയുകയാണെങ്കിൽ ഒരുപാടധികം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഈ കുടുംബത്തെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവിടെയുള്ള ഓരോ മനുഷ്യരെയും നമ്മൾ കാണുന്നത്. അവരെല്ലാവരും കരഞ്ഞു തളർന്നിരിക്കുന്ന അവരെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്നത് തന്നെയാണ്. അതെല്ലാം നമുക്ക് ഈ കാണുന്ന മനുഷ്യർക്കെല്ലാം ഒരുപാടധികം വേദന നൽകുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ കണ്ടും കേട്ടും അറിഞ്ഞ് അവിടെ എത്തുന്നവരും ഒരുപാടധികം പേർ അങ്ങനെയും അവിടെ എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും കുറച്ച് സമയങ്ങൾക്കകം തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കും. തൊട്ട് അടുത്താണ് 7 സെൻറ്റ് പുരയിടമാണ്. ആ പുരയിടത്തിൽ തന്നെയാണ് ഈ മിഥുൻ്റെ സംസ്കാരത്തിന് ആവശ്യമായ കുഴിയെടുക്കുകയും സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി അധികം വൈകാതെ തന്നെ സംസ്കാരത്തിലേക്ക് കടക്കാനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. കാരണം 2 ദിവസമായിട്ട്
താലൂക്ക് ആശുപത്രിയിൽ ഇരിക്കുന്ന മൃതദേഹമാണ്. അവിടെ നിന്ന് രാവിലെയാണ് പൊതുദർശനത്തിനായി ഈ സ്കൂളിലേക്ക് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിക്കുകയുണ്ടായത്. അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറോളമാണ് ഈ സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ നിന്നും ഒരുപാട് ദൂരം സ്കൂളിലേക്കില്ല, പക്ഷേ വളരെ സമയം എടുത്തുകൊണ്ടാണ് ഇത്രയും പേർ ഇതിനെ കാണാൻ എത്തിയിരുന്നു. അവരെല്ലാം കണ്ടതിന് കൂടെ തന്നെ ഈ വിലാപയാത്രയായി നടന്ന് വളരെ പതിയാണ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്രയിൽ ഇത്രയും പേർ ആ ഒരു സങ്കടത്തിലെല്ലാം വിലാപയാത്രയിലെല്ലാം പങ്കുചേരുന്ന കാര്യമാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്തായാലും ഏകദേശം 1.5 മണിക്കൂറോളം ഈ വിദ്യാർത്ഥികൾക്കും സഹപാഠികൾക്കും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുരുന്നുകൾക്കെല്ലാം വേണ്ടി മിഥുൻ്റെ പൊതുദർശനം ഏകദേശം 1.5 മണിക്കൂറോളമാണ് സ്കൂൾ അങ്കണത്തിൽ നീണ്ടത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാനായി കഴിയുന്നത്. അർച്ചന, തീർച്ചയായും ഹൃദയഭേദകമായ കാഴ്ചകളിലൂടെയാണ് പ്രേക്ഷകർ അടക്കം കടന്നു പോകുന്നത്. സ്കൂൾ അങ്കണം സാക്ഷിയായത് വലിയൊരു ജനക്കൂട്ടത്തെയായിരുന്നു. അവിടെ നിന്നാണ് പൊതുദർശനത്തിന് ശേഷം മിഥുൻ്റെ വീടായ വിളന്തറയിലെ വീട്ടിലെത്തിച്ചത്. അവിടെയും വലിയൊരു ജനസാഗരമാണ് മിഥുനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. ഇതാ നിലവിൽ അവസാനമായി സ്വന്തം മകനെ കാണാൻ അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ അമ്മയെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് മുറ്റത്തേക്ക് കൊണ്ടുപോകുന്നത്. അമ്മ വീട്ടിലെത്തിയിരിക്കുന്നു. നമുക്ക് ആ കാഴ്ചകളിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള അവരുടെ ഒരു അവസ്ഥ തന്നെയാണ്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം അവർ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ചേതനയറ്റ ശരീരം കാണാനാണ് ഇത്രയും കാലം മക്കളെയെല്ലാം നല്ല രീതിയിൽ വളർത്തി, നല്ല രീതിയിൽ ജോലിയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് മാതാപിതാക്കളെ നോക്കേണ്ട അത്രയും നല്ല രീതിയിലേക്ക് വളരണം മക്കൾ എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ആ അമ്മയും ദൂരദേശത്ത് പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും നെഞ്ചിലേറ്റി, അല്ലെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ മക്കളെയും അമ്മ വളർത്തിയിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങനെ ചേതനറ്റ ശരീരവുമായി തൻ്റെ മകനെ കാണണമെന്ന് ഒരിക്കൽ പോലും ആ അമ്മ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും ആ അമ്മയ്ക്ക് ഈ ഒരു വിയോഗം താങ്ങാൻ കഴിയുന്നതുമല്ല. അത്രയും വേദനാജനകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന് വിട ചൊല്ലാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. മിഥുന്റെ മൃതദേഹം വിളന്തറയിലെ വീട്ടിലെത്തിച്ചു. മിഥുനെ അവസാനമായി കാണാൻ അമ്മ സുജ വീട്ടിലെത്തി. വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ.